ഡോക്ടറുടെ ഹാൻഡ് റൈറ്റിംഗിനെ കുറിച്ച് ആളുകൾ പറയുന്നത് എന്താണ്? വളരെ മോശമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഭയങ്കര മോശമാണ്. ഒരിക്കലും അങ്ങനെ എഴുതരുത് എന്ന് തന്നെയാണ് ഞാൻ പറയാം. ഞാൻ എഴുതാറില്ല, നിർത്തി. എന്റെ നല്ല ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശം ഹാൻഡ് റൈറ്റിംഗ് ആണ്. എന്റേതും വളരെ മോശമാണ്. ചിലപ്പോൾ ബുദ്ധി കൂടുന്നവർക്ക് ചിലപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് നന്നാവില്ല എന്ന് എനിക്കറിയില്ല. തരക്കൽ എഴുതുമ്പോൾ അങ്ങനെ പോയി പോകുന്നതാണെന്നായിരിക്കും. പക്ഷെ ഇപ്പൊ അതിനൊരു മാനദണ്ഡമുണ്ട്. ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതുന്നത്. ഫസ്റ്റ് BBS ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അവൻ എന്ത് പറയുന്നതെല്ലാം നോട്ട്സ് എടുക്കാനുള്ള ഒരു വെപ്രാളത്തിൽ എഴുതി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നതായിരിക്കാം. എന്റെ ഫാദർ ഒരു ദിവസം 100-150 രോഗികളെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന താലൂക്ക് ഹോസ്പിറ്റലോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കാണുമ്പോൾ എവിടെ ഹാൻഡ് റൈറ്റിംഗ് എഴുതി എങ്ങനെ വിടുകയാണ്. എവറി പേഷ്യന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അത്രയും പേഷ്യന്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ എഴുതാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് ഫാസ്റ്റ് ആയി പോകുന്നതാണ് എന്റെ ഒരു. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ, ഉണ്ട്. അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു അടക്കം നമ്മളങ്ങ് ആക്ഷേപിച്ച് കളയരുത്. പക്ഷെ മെജോറിറ്റി ഓഫ് ഡോക്ടേഴ്സ് മോശം ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ്. ഒരു സ്പീഡിൽ എഴുതുന്നുണ്ട് തിരക്കാരനെ. ഇപ്പോഴെനിക്ക് തോന്നുന്നു എല്ലാ ഡോക്ടേഴ്സിന്റെയും ഒട്ടുമിക്ക ആൾക്കാരുടെ ലെജിബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ മാറ്റി കുറെ കാലമായി ഞങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. ഡോക്ടർ എഴുതിയ മരുന്ന് ആ ഫാർമസിസ്റ്റിന് മാത്രം മനസ്സിലാകാൻ പാടുള്ളൂ എന്നാണ് അതിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ശരിയാണെന്ന്. ഒരു 300 പ്രിസ്ക്രിപ്ഷൻസ് ഡെയിലി എഴുതുമ്പോഴേക്കും ലാസ്റ്റ് ആകുമ്പോഴേക്കും പാരസ്റ്റമോൾ P മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ഒരു വരെയായിരിക്കും.